സ്വാഗതം. മൂലം നക്ഷത്രം. മൂലം നക്ഷത്രത്തിൻ്റെ വിവാഹയോഗം നമുക്കൊന്ന് നോക്കാം. ഇത് പൊതുവായൊരു ഫലമാണ്, എല്ലാവർക്കും യോജിക്കണമെന്നില്ല. നിങ്ങൾക്ക് പേഴ്സണലി അറിയണമെങ്കിൽ നിങ്ങളുടെ ജാതകം, ജനന സമയവും ഡേറ്റ് ഓഫ് ബർത്തും അനുസരിച്ച് തയ്യാറാക്കുന്ന ഗ്രഹനിലയിലാണ് നിങ്ങളുടെ വ്യക്തമായ വിവരങ്ങൾ അറിയുക. ഇത് പൊതുവായൊരു ഫലമാണ്. നിങ്ങൾക്കിതിൽ പറയുന്ന കാര്യങ്ങൾ യോജിക്കുന്നുണ്ട് എങ്കിൽ ഇതിൽ പറയുന്നത് പോലെ ചെയ്യുക. നമുക്ക് നോക്കാം മൂലം നക്ഷത്രത്തിൻ്റെ വിവാഹയോഗം. മിഥുനം രാശിയാണ് ആരൂഢം വന്നിരിക്കുന്നത്. മിഥുനം രാശി. നമുക്ക് ഇനി ടാരോട്ട് കൂടി നോക്കാം. എന്നിട്ട് സംയുക്തമായിട്ട് ടാരോട്ടും ജ്യോതിഷവും കൂടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഫലം നമുക്ക് പറയാം. മൂലം നക്ഷത്രവുമായി വിവാഹയോഗം നമുക്ക് ടാരോട്ട് സമന്വയിപ്പിച്ച് നോക്കാം. ടാരോട്ട് എന്ന് പറയുന്നത് വിദേശ രീതിയാണ്, എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയെ അനുസരിച്ച് ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഈ ടാരോട്ട് റീഡിംഗ് വഴി നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ മൂലം നക്ഷത്രത്തിൻ്റെ ആരൂഢരാശി കിട്ടിയിരിക്കുന്നത് മിഥുനമാണ്. നമ്മൾ മിഥുനം തൊട്ടാണ് ഈ കാർഡ് വയ്ക്കുന്നത്. മിഥുനം തൊട്ട് കാർഡ് വയ്ക്കുന്നത്. ആദ്യത്തെ കാർഡ് 8 ഓഫ് വാൺസ് ആണ്. അത് നമ്മൾ മിഥുനം രാശിയിൽ വയ്ക്കും. പിന്നെ സ്ട്രെങ്ത് ആണ്. പിന്നെ 9 ഓഫ് കപ്സ്. ദി സൺ എന്ന് പറഞ്ഞ ദി സ്റ്റാർ എന്ന് പറഞ്ഞ കാർഡാണ്. നല്ലൊരു 2 ഓഫ് വാൺസ്. Wheel of Fortune. Eight of Pentacles. 4 of Pentacles. Eight of Cups. ദി ഫൂൾ എന്ന് പറഞ്ഞ കാർഡ്. കിങ് ഓഫ് കപ്സ്. 7 ഓഫ് കപ്സ്. 3 ഓഫ് ദി എംപ്രസ് എന്ന് പറഞ്ഞ കാർഡാണ്. നമുക്കിനി പൊതുവായ ഫലം നോക്കാം. മൂലം നക്ഷത്രത്തിൻ്റെ വിവാഹയോഗം, വിവാഹത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. പൊതുവായ ഫലമാണ്. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് മിഥുനം ആരൂഢമാണ്. മിഥുനം എന്ന് പറയുന്നത് നൃയുഗ്മം എന്നാണ് പറയുക. ഒരു സ്ത്രീയും പുരുഷനും ചേർന്ന ഒരു രാശിയാണ് മിഥുനം. അപ്പോൾ അതൊരു ശുഭലക്ഷണമാണ്. സ്ത്രീയും പുരുഷനും ചേർന്ന രാശി ലഭിക്കുക. അതിൻ്റെ 10ാം ഭാവത്തിൽ ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുക. അപ്പോൾ 10ാം ഭാവം ബലമുള്ളതാണ്. 10ാം ഭാവാധിപതിയായ വ്യാഴം പക്ഷെ 12ലാണ്. അപ്പോൾ ഈശ്വര ചൈതന്യത്തെ സൂചിപ്പിക്കുന്നതാണ് വ്യാഴം. പൊതുവെ ഏത് ജ്യോതിഷം പ്രശ്നവിചാരം നടത്തുമ്പോഴും വ്യാഴപ്രസാദം ഉണ്ടോ എന്നാണ് നോക്കുക. അപ്പോൾ വ്യാഴം 12ലാണ്. അപ്പോൾ ഈശ്വര ചൈതന്യത്തെ കുറച്ച് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. എന്നാലോ നല്ല രീതിയിൽ ഈ കാർഡും കൂടി സമന്വയിപ്പിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ വിവാഹയോഗം ഇപ്പോൾ വന്ന് ചേർന്നിട്ടുണ്ട്. വിദേശയാത്രയ്ക്ക് വളരെയധികം ആഗ്രഹിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വിദേശത്ത് ജോലി, വിദേശയാത്ര പോകണം. അതുപോലെ കഠിനമായ അധ്വാനം കൊണ്ട് അത്യാവശ്യം സമ്പാദിക്കണം. ആ രീതിയിൽ സമ്പാദിക്കാൻ കഴിവുള്ളത് നല്ല വാഗ്ധാരണി, നല്ല സംസാരിച്ച് ഏത് കാര്യങ്ങളും വിജയത്തിലെത്തിക്കാൻ കഴിവുള്ളതാണ്. എന്നാലും
10ാം ഭാവത്തിൽ നിൽക്കുന്ന ദി ഫൂൾ എന്ന് പറഞ്ഞ കാർഡും അവിടെ ബുധൻ്റെ നീചക്ഷേത്രമാണ് ബുധൻ. മീനം രാശിയിലെ ശുക്രൻ യോഗം, രാഹുവിൻ്റെ യോഗം, ബുധൻ്റെ യോഗം, ബുധൻ നീചരാശിയാണ് എന്നുള്ളത് കൊണ്ട് രാഹുവിൻ്റെ യോഗത്തോടു കൂടി നമ്മൾ ഫുൾ കാർഡാണ് പിന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ വാക്ക് വിശ്വസിച്ചിട്ട് പല അബദ്ധങ്ങളിലും ചെന്ന് ചാടിയിട്ടുള്ള വ്യക്തിയാണ്. സ്ത്രീയാണെങ്കിലും പുരുഷനുമാണെങ്കിലും ഒരേ അനുഭവമാണ്. പക്ഷേ ദ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞ കാർഡ് ഇതിലുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ സൂചിപ്പിക്കുന്നത് ആ അവസ്ഥയൊക്കെ മൊത്തം മാറാൻ പോവുകയാണ്. ഇപ്പോൾ ദി സൺ എന്ന് പറഞ്ഞ കാർഡ് സൂചിപ്പിക്കുന്നത് സ്റ്റാർ എന്ന് പറഞ്ഞ കാർഡ്, സണ്ണല്ല ഇത് സ്റ്റാർ, അതായത് എല്ലാം ഒരു ബാലൻസിലേക്ക് വന്നിരിക്കുന്നു നിങ്ങളുടെ ലൈഫ്. അപ്പോൾ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇപ്പോൾ ഫലം കാണാൻ തുടങ്ങുകയാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദി ഫൂൾ എന്ന് പറഞ്ഞ കാർഡ് സൂചിപ്പിക്കുന്നതും 10ാം ഭാവത്തിൽ ബുധൻ നീചക്ഷേത്രത്തിൽ നിൽക്കുന്നതും സൂചിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ തന്ത്രങ്ങളിൽ ചെന്ന് പെടാതെ ശ്രദ്ധിക്കണം. എല്ലാം ആലോചിച്ച് അതിനുള്ള കഴിവുണ്ട്, വാഗ്ദാനം നല്ലൊരു വാക് സാമർഥ്യമുണ്ട് എങ്കിലും മറ്റുള്ളവർ ഫൂൾ എന്ന് പറയുമ്പോൾ ഫൂൾ എന്നുള്ള അർത്ഥമല്ല, പക്ഷെ മറ്റുള്ളവർ അന്ധമായി വിശ്വസിക്കുന്ന നിഷ്കളങ്കമായൊരു വ്യക്തി. അപ്പോൾ മറ്റുള്ളവരെ വിശ്വസിച്ചിട്ട് നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ കൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതൊന്നും വേണ്ട, എല്ലാം വിട്ട് ഒഴിഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് പോകണമെന്ന് പലപ്പോഴായിട്ട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണെന്നാണ് ഇതിൽ കാണിക്കുന്നത്. കാരണം ഇതിൽ 7 ഓഫ് കപ്സ് അത് സൂചിപ്പിക്കുന്നത് അതാണ്, എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഒരു വ്യക്തി, ഭാഗ്യങ്ങളും ഒന്നും നമ്മൾ നോക്കാതെ. പക്ഷെ ഇപ്പോൾ ദി സ്ട്രെങ്ത് എന്ന് പറഞ്ഞ കാർഡും ദി സ്റ്റാർ എന്ന് പറഞ്ഞ കാർഡും വിത്ത് ദ വീൽ ഓഫ് ഫോർച്യൂണും നിങ്ങളുടെ ജീവിതം ഇപ്പോൾ നല്ല രീതിയിൽ മാറാൻ സമയമായിട്ടുണ്ട്. ദി വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടം കഴിഞ്ഞ് പുതിയൊരു കാലഘട്ടം നിങ്ങളിലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെ നിങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ വിദേശയാത്ര, അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളും കഠിനാധ്വാനം കൊണ്ട് ധനപരമായ അഭിവൃദ്ധി ഉണ്ടാകുന്നൊരു സമയമാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരുടെ മറ്റുള്ളവരെ വിശ്വസിച്ചുകൊണ്ട് അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. മൂലം നക്ഷത്രത്തിൻ്റെ ഈ മാസത്തെ ഇന്നത്തെ ഫലം അനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വ്യാഴത്തിൻ്റെ യോഗം, അതോടൊപ്പം ഗുളികൻ്റെ യോഗമുണ്ട് വ്യാഴത്തിൻ്റെ നിൽക്കുന്ന രാശിയിൽ ഗുളികൻ്റെ യോഗം. അപ്പോൾ അതുകൊണ്ട് ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ട് നല്ല പ്രാർത്ഥനാദി കാര്യങ്ങൾ ചെയ്യേണ്ടത് ഉത്തമമാണ്. അതുപോലെ നിങ്ങൾക്ക് തെക്ക് ഭാഗത്ത് ഇപ്പോൾ ഒരു പ്രാർത്ഥനാദി പൂജാദി കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലം തെക്ക് ഭാഗമാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തെക്ക് ഭാഗത്തുള്ള ക്ഷേത്ര ദർശനം നടത്താറുണ്ട്, വീടുമായിട്ട് ബന്ധപ്പെട്ട് തെക്ക് ഭാഗത്തുള്ള ക്ഷേത്ര ദർശനം നടത്താറുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തറവാട്ടമ്പലം പോലെ കുടുംബക്ഷേത്രമാണ് അല്ലെങ്കിൽ വെച്ച ആരാധന നമ്മുടെ വീട്ടിൽ തെക്ക് ഭാഗത്തുണ്ട് എങ്കിൽ എപ്പോഴും ശുദ്ധിയായിട്ട് ആ സ്ഥലം, ആ സങ്കല്പം വൃത്തിയായും ശുദ്ധിയായും സൂക്ഷിക്കാൻ ശ്രമിക്കുക. അതേപോലെ തെക്ക് ഭാഗത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ പൂർണ്ണമായും വ്രതശുദ്ധിയോടുകൂടി മാത്രം പോകാൻ ശ്രമിക്കുക. കാരണം ഒരു ചൈതന്യം നിങ്ങളുടെ അനുഗ്രഹം നിങ്ങൾക്ക് സ്വീകരിക്കാൻ പ്രാപ്തമല്ലാത്ത രീതിയിലാണ് ഇന്നത്തെ ഫലം കാണിക്കുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹം ഏറ്റവും വേണ്ടപ്പെട്ട സമയമാണ്. കാരണം ജീവിതം നല്ലൊരു രീതിയിലേക്ക് ഉയരാൻ പോവുകയാണ്. അങ്ങനത്തെ ഒരു മാറ്റത്തിലാണ്. ഇപ്പോൾ ഈശ്വര ചൈതന്യം നല്ല വ്രതശുദ്ധിയോടുകൂടി തന്നെ സ്വീകരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ക്ഷേത്രങ്ങളിലേക്ക് ഏതെങ്കിലും വഴിപാടുകളോ പ്രാർത്ഥനാദി പൂർത്തിയാക്കേണ്ട കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും ചെയ്യുക. ഗുരുകാരണന്മാരെ നമ്മൾ ബഹുമാനിക്കപ്പെടേണ്ടവരെ വേണ്ട പോലെ ആചരിക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് വേണ്ട ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ വ്യാഴപ്രസാദം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കാരണം ഈ കാലമാറ്റം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗുണകരമായി മാറാൻ അത് സഹായിക്കും. ജാതകം വ്യക്തമായിട്ട് നിങ്ങളുടെ ആ ഒരു അനുകൂല ഊർജം, ഇപ്പോൾ ഇവിടെ അനുകൂല ഊർജം തെക്ക് ഭാഗം കണ്ട് നിങ്ങൾക്ക് തടസ്സപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. തെക്ക് ഭാഗം കണ്ട് നിങ്ങൾക്ക് വരേണ്ട അനുകൂല ഊർജം ധനപരമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് തെക്ക് ഭാഗത്തെ ആരാധനാമൂർത്തികളെ പ്രത്യേകം വ്രതശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുക. പിന്നെ തെക്ക് ഭാഗത്ത് നല്ലൊരു ഫലവൃക്ഷം തരുന്നതുണ്ടെങ്കിൽ, മാവ് പോലെയുള്ള പ്ലാവ്, അങ്ങനെ ഫലമായിട്ട് ബന്ധപ്പെട്ട വൃക്ഷങ്ങളുണ്ടെങ്കിൽ ആ ഭാഗം വൃത്തിയായി ശുദ്ധിയാക്കി സൂക്ഷിക്കുക. ജലം അതിന് വെള്ളമൊഴിച്ച്, അതുപോലെ വേണ്ട ആ ഒരു വൃക്ഷത്തിന് വേണ്ട വെള്ളം, അങ്ങനത്തെ കാര്യങ്ങൾ
ഒഴിച്ച് ശുദ്ധിയാക്കി അവിടെ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ തെക്ക് ഭാഗത്തു നിന്നുള്ള ഊർജം, അനുകൂല ഊർജം വന്നു ചേരാൻ നിങ്ങളെ സഹായിക്കും. കാരണം അനുകൂല ഊർജം തടയപ്പെടുന്നുണ്ട് എന്നുള്ളതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഗ്യാസിൻ്റെ വയറുമായിട്ട് ബന്ധപ്പെട്ട് ഗ്യാസ് സംബന്ധമായിട്ട് എപ്പോഴും ബുദ്ധിമുട്ട് ഉണ്ടാകും. അതുപോലെ മുഖത്ത് ഉണരുകൾ പോലെ വന്ന് എപ്പോഴും ഒരു അലർജി, അതുപോലെ നീർക്കെട്ട്, ബുദ്ധിമുട്ട്, ശ്വസന തടസ്സം, ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുടെ അനുകൂല ഊർജം തെക്ക് ഭാഗത്തു നിന്നും വന്നു ചേരുന്നത് തടസ്സപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ ശുദ്ധമാക്കി വയ്ക്കുക. ഇനി വ്യക്തമായിട്ട് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങളുടെ ജാതകം, നിങ്ങളുടെ വീടും നിങ്ങളുടെ വാസസ്ഥാനം, ഭൂമിയും എങ്ങനെ നിങ്ങളെ അനുകൂല ഊർജത്തിലേക്കും തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്ന് വ്യക്തമായി അറിയണമെങ്കിൽ നിങ്ങൾ തന്നെ ജാതകം വെച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ ധനപരമായ തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിട്ടുപോകും. അതുപോലെ വിവാഹയോഗം വന്നു ചേരും, സാമ്പത്തിക അഭിവൃദ്ധി, ജോലി, വിദേശയാത്ര, അങ്ങനത്തെ എല്ലാ അനുകൂല ഊർജം, അതായത് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കട്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരുന്നത്, അതിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ രീതിയിൽ മാറ്റം വരുത്താൻ കഴിയും. അത് നിങ്ങളുടെ ജാതകവും നിങ്ങളുടെ വാസസ്ഥാനവും അതുപോലെ നിങ്ങളുടെ വീടും നിങ്ങളിലേക്ക് എങ്ങനെ പോസിറ്റീവ് എനർജി നൽകുന്നു എന്നറിയുന്നത് നല്ലതാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ആയിട്ട് നാളെ വരാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.